നമസ്കാരം. അറസ്റ്റ് ഭയന്ന് വീണ വിജയൻ രാജിവെക്കാതിരിക്കാൻ പിണറായി. പിണറായിയുടെ മകൾ വീണയെ വട്ടമിട്ട് കേന്ദ്ര ഏജൻസികൾ. കോടിയേരിയുടെ മക്കൾക്ക് പോലും ലഭിക്കാത്ത പാർട്ടി പിന്തുണ കിട്ടുന്ന ഒരേ ഒരാൾ. അതുകൊണ്ട് തന്നെ CPM-ൽ മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിത്തെറിക്കാവുന്ന പല പ്രശ്നങ്ങളും നിലവിലുണ്ട്. ഇപ്പോൾ തന്നെ എന്തുകൊണ്ട് KK രാഗേഷിനെ കണ്ണൂരിൻ്റെ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് പിണറായി കസേരയിട്ട് ഇരുത്തി എന്ന് ചിന്തിക്കൂ. വിശ്വസ്തനായതുകൊണ്ട് തന്നെയാണ്, സംശയമില്ല. കണ്ണൂരിൽ ആരാലും താൻ എതിർക്കപ്പെടാതിരിക്കാൻ തന്നെയാണ് രാഗേഷിന് സെക്രട്ടറി സ്ഥാനം പിണറായി വിജയൻ വച്ചു നീട്ടിയത്. ഇത്തരത്തിലൊരാളെ കസേരയിട്ട് ഇരുത്തിയത് പിണറായിയുടെ രാഷ്ട്രീയ ബുദ്ധിയാണ്, സമ്മതിക്കുന്നു. CPM-ൽ മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിത്തെറിക്കാവുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ഇത് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ജില്ലയിൽ പോലും അസംതൃപ്തരാണ് ഏറെയും. അതിനാൽ തന്നെയാണ് MB ജയരാജൻ്റെ പിൻഗാമിയായിട്ട് KK രാഗേഷിനെ പിണറായി വിജയൻ കണ്ടെത്തിയത് പോലും. അതിന് പിന്നിലും ഒരു പിണറായിസമുണ്ട്. MB ജയരാജൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി മാറി നിന്നപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നത് TV രാജേഷായിരുന്നു. സ്വാഭാവികമായിട്ടും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് രാജേഷിനെ പരിഗണിക്കപ്പെടുമെന്ന് കരുതിയെടുത്തു നിന്നാണ് മുഖ്യമന്ത്രി KK രാഗേഷുമായിട്ട് കണ്ണൂരിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. P ജയരാജനടക്കം സ്ഥാനം ലഭിക്കാതെ പോയ നിരവധി പേരുണ്ട് കണ്ണൂരിൽ ഇപ്പോഴും. പാർട്ടിയിൽ ശക്തനാവാൻ ശ്രമിക്കുന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ വെല്ലുവിളിയുമുണ്ട് പിണറായിക്ക്. അതുകൊണ്ട് തന്നെ അതിവിശ്വസ്തനെ ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനത്തിരുത്തേണ്ടത് പിണറായിയുടെ ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. സ്വന്തം തട്ടകത്തിലെ പിടിവിടാതിരിക്കുവാൻ വേണ്ടിയിട്ട് പിണറായി തന്നെ നേരിട്ടെത്തുന്നു. ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കുവാനുള്ള ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നു. ജില്ലാ കമ്മിറ്റിക്ക് മുമ്പായിട്ട് ചേർന്ന സംസ്ഥാന നേതാക്കളുടെ യോഗത്തിൽ KK രാഗേഷ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ പേര് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നു. പതിവ് പോലെ ആരും തന്നെ എതിർത്തില്ല. ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. പിണറായിക്ക് മുന്നിൽ ആർക്കും എതിർപ്പില്ല. അതോടെ ഏകപക്ഷീയമായിട്ട് ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ KK രാഗേഷ് കണ്ണൂരിൻ്റെ ജില്ലാ സെക്രട്ടറിയായി. കഴിഞ്ഞ 4 വർഷമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചലിപ്പിച്ചിരുന്നത് KK രാഗേഷായിരുന്നു. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ വളർന്നുവെങ്കിലും രാഗേഷിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയപ്പെടുന്നത് കണ്ണൂരായിരുന്നില്ല. രാജ്യസഭ MP ആയിട്ടും ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുമൊക്കെ അങ്ങ് ഡൽഹിയിലായിരുന്നു ആ പ്രവർത്തനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ മാത്രമാണ് രാഗേഷ് കണ്ണൂർ കേന്ദ്രീകരിക്കുന്നത് പോലും. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനം നൽകിക്കൊണ്ട് പിണറായി വിജയൻ ആ കസേര നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ ചർച്ച എന്താണെന്നറിയാമോ? രാഗേഷ് ഒഴിയുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനമുണ്ടല്ലോ, ആ സ്ഥാനത്ത് ആരെത്തും എന്നതാണ്. അതിനും ഇതുപോലെ തന്നെ ഒരു വിശ്വസ്തനെ കണ്ടെത്തും പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തനിക്കൊപ്പം നടക്കുന്ന ഒരാളെ അത് ഉടൻ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇനി മറ്റൊരു കാര്യം, ഈ മകളുടെ കാര്യത്തെക്കുറിച്ചാണ് പറയേണ്ടത്. മാസപ്പടി കേസിലെ കുറ്റപത്രം അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നൽകുകയാണ്. കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായിട്ടുള്ള സഹായം ഉറപ്പാക്കാൻ CMRL എന്ന് പറയപ്പെടുന്ന കമ്പനി, അതായത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ് വൻ തുക ചിലവഴിച്ചു എന്നുള്ള കേസിൽ അന്വേഷണം നടത്തി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, നമുക്കറിയാമല്ലോ SFIO, അവർ സമർപ്പിച്ച കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചു. അപ്പോൾ ഈ കുറ്റപത്രമാണ് EDക്ക് നൽകാൻ ഇപ്പോൾ കോടതി തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7-ൽ SFIO സമർപ്പിച്ച കുറ്റപത്രം, ആ കുറ്റപത്രമാണ് ഇപ്പോൾ EDക്ക് ലഭിക്കാൻ പോകുന്നത്. കുറ്റപത്രം കിട്ടിയതിന് പിന്നാലെയായിരിക്കും ED നടപടികളിലേക്ക് കടക്കാൻ പോകുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവ SFIO കണ്ടെത്തിയതിലും EDക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല എന്ന് പറയപ്പെടുന്നത്. കേസിൽ ഈ പറയുന്ന PMLA, FEMA കുറ്റങ്ങളൊക്കെ ചുമത്തുന്ന സാഹചര്യമുണ്ടായാൽ CMRL കമ്പനി അടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് EDക്ക് കടക്കാൻ കഴിയുമെന്നുള്ള പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട് എന്ന് പറയട്ടെ. അറസ്റ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകളടക്കം അതിവേഗ നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ട പ്രതിരോധ നീക്കങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ അത് എടുത്തു കഴിഞ്ഞു.
വീണ തൽക്കാലം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. SFIO നടപടികളെ ഡൽഹി ഹൈക്കോടതിയും തടയാത്ത ഒരു സാഹചര്യത്തിലാണ് വീണ വിജയന് തുടർന്നുള്ള ദിവസങ്ങൾ എന്ന് പറയപ്പെടുന്നത് നിർണായകമാകാൻ പോകുന്നത്. ഈ മാസം 21 കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിനു മുൻപ് തന്നെ വീണയ്ക്കെതിരെയുള്ള നടപടിയെടുക്കുവാനുള്ള സാധ്യതയാണ് ED ഇപ്പോൾ തേടുന്നത്. ഇതിനു മുൻപ് EDക്ക് കുറ്റപത്രം കിട്ടുന്നത് വീണയുടെ അതിവേഗ അറസ്റ്റിന് പോലും കളമൊരുക്കിയേക്കും. അങ്ങനെ ഡൽഹിയിലെ ഉന്നതരുടെയൊക്കെ അനുമതി വാങ്ങിയിട്ട് തന്നെയാകും ഇനിയുള്ള മുമ്പിലോട്ടുള്ള EDയുടെ നടപടികൾ എന്നുള്ളത്. അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികൾ അത്തരത്തിലായിരിക്കും. ഏതായാലും ED കേസ് ഉറപ്പാണ്. മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അകത്താകുമെന്നുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ക്ലിഫ് ഹൗസ് എന്ന് പറയപ്പെടുന്ന അതീവ ജാഗ്രതയിലുമാണ്. സാധാരണ നമ്മുടെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ തന്നെയാണ് വീണയുടെ താമസമെന്ന് പറയപ്പെടുന്നത്. കാരണം അവൻ്റെ തൊട്ടടുത്ത് ഭർത്താവായിട്ടുള്ള റിയാസിൻ്റെ മന്ത്രിമന്ദിരവുമുണ്ട്. അപ്പോൾ അവിടെ അടുത്തടുത്താണ് അവരുടെ താമസമെന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ EDയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള MJ സന്തോഷ് മുഖേനയാണ് ഈ കുറ്റപത്രത്തിനായിട്ട് അപേക്ഷ നൽകിയിരുന്നവർ. അപ്പോൾ ഇതാണിപ്പോൾ അംഗീകരിക്കപ്പെട്ട് കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ 1 വർഷം മുൻപാണ് ഈ സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് CMRLന് നോട്ടീസ് നൽകിയതും ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി മൊഴിയെടുക്കുന്നതും. ഈ CMRL ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ അന്ന് മൊഴിയെടുക്കൽ കർമ്മം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുതിയ കേസെടുക്കാതെ തന്നെ നടപടികൾ തുടരുവാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊപ്പം ഈ CMRL കേസിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത ECIR അത് റദ്ദാക്കും. കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം എന്ന നിലയിൽ ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും ആലോചനകൾ സജീവമാണ് എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കും. വീണ വിജയനെതിരായിട്ടുള്ള തെളിവുകൾ വിലയിരുത്തിയ ആകും ഇതിൽ തീരുമാനമെടുക്കാൻ പോകുന്നത്. കാരണം കുറ്റപത്രം പരിശോധിച്ച ശേഷം വീണ വിജയനെ അടക്കം ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് ED നടത്താൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ കുറ്റപത്രം കൈപ്പറ്റി തുടർ നടപടികൾ വേഗത്തിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. SFIOയുടെ അന്വേഷണത്തിൽ കമ്പനികാര്യ ചട്ടത്തിലെ 447 വകുപ്പ് പ്രകാരം ക്രമക്കേട് നടന്നു എന്നുള്ളത് കണ്ടെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ചുവട് പിടിച്ച് ഇനിയിപ്പോൾ EDക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആകും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ CMRL എക്സാലോജിക് ഇടപാടിൽ 1 വർഷം മുൻപ് ED ECIR രജിസ്റ്റർ ചെയ്തത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറ്റകൃത്യം സംബന്ധിച്ച് കേസില്ല, അതിനാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല എന്നുള്ളതാണ് അന്നത്തെ സ്ഥിതിവിശേഷം. SFIO അന്വേഷണത്തിൽ വഞ്ചനാക്കുറ്റം കണ്ടെത്തിയതോടുകൂടിയാണ് പ്രതിസന്ധി ഒഴിഞ്ഞു കിട്ടിയത്. SFIO കേസിൽ വീണയ്ക്ക് സമൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറ്റപത്രത്തിനെതിരായിട്ടുള്ള നിയമ നടപടികളിലേക്ക് സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ട്. വീണയ്ക്ക് സമൻസ് കിട്ടിയില്ലെങ്കിലും EDക്ക് കുറ്റപത്രം കിട്ടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പലതും സംഭവിക്കാം. അപ്പോൾ ഇതോടുകൂടി ED വീണയെ പ്രതിയാക്കി ഉടൻ കേസെടുക്കുവാനുള്ള സാധ്യതയാണ് ഇതിലൂടെ കാണുന്നത്. അങ്ങനെയെങ്കിൽ വീണ അതിവേഗം മുൻകൂർ ജാമ്യം തേടുക എന്നുള്ളത് മാത്രമാണ് മുൻപിലെ വഴി. ഇവിടെ ED എടുക്കാവുന്ന നിലപാട് നിർണായകമാകും. പരാതിയിൽ പറയുന്ന കുറ്റം നിലനിൽക്കുമെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കുറ്റപത്രം തന്നെ കോടതി ഇപ്പോൾ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സെഷൻസ് കേസാക്കി നമ്പർ ഇടുകയാണ് അടുത്ത നടപടി എന്ന് പറയുന്നത്. അതിനുശേഷം 1-ാം പ്രതിയായിട്ടുള്ള CMRL MD ശശിധരൻ കർത്ത മുതൽ 11-ാം പ്രതിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾ T വീണ വരെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കൽ കർമ്മമാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ 4 പ്രതികൾ 4 കമ്പനികളാണ്. ഈ സമൻസ് കിട്ടിയിരുന്നുവെങ്കിൽ കുറ്റപത്രം റദ്ദാക്കുവാനുള്ള നിയമ നടപടികൾ വീണയ്ക്ക് തുടങ്ങാൻ ആയിരുന്നു. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സമൻസ് ഇല്ലാതെ ഒരു പടി മുന്നോട്ട് പോകാൻ വീണയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ സമൻസ് ലഭിക്കാത്ത സാഹചര്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ നേരിടുന്ന ഒരു നിയമ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ കരിമണൽ കമ്പനിയുമായിട്ട് CMRL നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ T വീണയും അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക് സൊല്യൂഷൻസും ചേർന്നുകൊണ്ട് 2.7 കോടി രൂപ കൈപ്പറ്റി സാമ്പത്തിക വഞ്ചന നടത്തി എന്നുള്ളതാണ് SFIO കണ്ടെത്തിയിരിക്കുന്നത്. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം SFIOയ്ക്ക് അനുമതി നൽകിയിരുന്നു. കമ്പനി നിയമപ്രകാരം 6 മുതൽ 10 വർഷം വരെ തടവും വഞ്ചിച്ച് നേടിയ തുകയുടെ 3 മടങ്ങ് വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണ ചെയ്തതെന്നാണ്
SFIOയുടെ കണ്ടെത്തലെന്ന് പറയപ്പെടുന്നത്. കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലാണ് ED, അതായത് ഈ SFIOയും EDയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏജൻസികളും തമ്മിൽ ഏകോപനം കൂടുതലാണ് എന്നതാണ്, രണ്ട് കമ്പനികളും തമ്മിൽ. അപ്പോൾ നൽകാത്ത സേവനത്തിന് CMRൽ നിന്ന് വീണയും എക്സാലോജിക്കും പണം കൈപ്പറ്റി എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് BJPയുടെ നേതാവായിട്ടുള്ള ഷോൺ ജോർജിൻ്റെ പരാതിയിൽ SFIO അന്വേഷിച്ചത്. CMRലിൻ്റെ സഹോദര സ്ഥാപനമായിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈടും പലിശയുമില്ലാതെ 77 ലക്ഷം രൂപ എക്സാലോജിക്കിന് വായ്പ നൽകിയ കേസും ഇതിനോടൊപ്പം നിലവിലുണ്ട്. ബംഗളൂരുവിലാണ് ഈ കേസ്. അപ്പോൾ ഇതിൽ തൽക്കാലം ED അന്വേഷണം ഉണ്ടാകില്ല. അതിനിടെ വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയാണ് എന്നും SFIO അന്വേഷണ വിലയിരുത്തൽ നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അഴിമതി അന്വേഷിക്കുവാൻ CBIയും എത്തിയേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെ CBI അന്വേഷണം എത്തിയാൽ അത് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് കൂടി നീളും. അപ്പോൾ ഈ ഘട്ടത്തിൽ പിണറായിയെയും മകളെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതയാണ് അതിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അച്ഛനും മകളും അതീവ ജാഗ്രതയിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സാഹചര്യം ഇത്രയും പ്രതിസന്ധി പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാക്കുമ്പോൾ പിണറായി രാജിവെക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞുമാറി നടക്കാൻ വേണ്ടിയാണ് തൻ്റെ വിശ്വസ്തരെ അടക്കം പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്നത് എന്നുള്ളതാണ്. പാർട്ടിയിലെ അസംതൃപ്തർ ഒരിക്കലും തനിക്കെതിരെ തിരിയരുത്, അല്ലെങ്കിൽ തിരിയാതിരിക്കുവാനുള്ള വലിയ രാഷ്ട്രീയ തന്ത്രമാണ് പിണറായി വിജയൻ ഇതിലൂടെ പയറ്റുന്നത് എന്നുള്ളതാണ്. പാർട്ടിയിലെ തൻ്റെ സ്വാധീനം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പിണറായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു കാര്യം, എത്രയൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ നിയമപരമായി തന്നെ ഇവരെയൊക്കെ കീഴടക്കും, അല്ലെങ്കിൽ ഇവർ സ്വയം കീഴടങ്ങേണ്ടി വരും എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ അതിലേക്ക് എത്തുവാനെടുക്കുന്ന സമയം എന്ന് പറയപ്പെടുന്നത് എത്രയാണ് എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഏപ്രിൽ 21 മുൻപ് വീണ വിജയനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തുന്നതിന് വിളിച്ചു വരുത്തുകയോ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറിയായി രാകേഷിനെ തിരഞ്ഞെടുക്കുകയും ഇനി രാകേഷ് വഹിച്ചിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഇനി ആർക്ക് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. അത് വരുന്നതും ഇതുപോലെ പിണറായി വിജയന് വിശ്വസ്തരായിട്ടുള്ള ആളുകളെ ആയിരിക്കും. KK രാഗേഷിനെ എങ്ങനെയാണോ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആക്കിയത് അത്തരത്തിൽ തന്നെയായിരിക്കും പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയും തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ വളരെ കൃത്യമായി പിണറായിക്ക് പ്രതികൂലമാകുമ്പോൾ അനുകൂലമല്ലാത്തൊരു കാലാവസ്ഥയിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കിയ പിണറായി വിജയൻ തനിക്ക് വേണ്ടപ്പെട്ടവരെ കൂടെ കൂട്ടിക്കൊണ്ട് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള പ്രവർത്തനമാണ് നടത്തുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ, സമ്മർദ്ദമുണ്ടാകുമ്പോൾ, ഇനി പാർട്ടിയിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായാൽ പോലും രാജിവെക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. മകളാണെങ്കിലും അച്ഛനാണെങ്കിലും അറസ്റ്റ് ഭയന്ന് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ അറസ്റ്റ് ഭയന്ന് തന്നെയാണ് വീണ വിജയൻ ഇപ്പോൾ മാറി നിൽക്കപ്പെടുന്നതും ഒപ്പം തന്നെ രാജിവെക്കാതിരിക്കുവാനുള്ള തന്ത്രങ്ങൾ പിണറായി വിജയൻ ഒരുക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.